ചായ മുഖ്യം ബികില് ഷാബിയുടെ മനോഭാവമാണിത് കേട്ടോ. അവനക്ക് അത്ര പിരിശം ചായ. അപ്പോൾ ചായയും നെയ്പ്പത്തലും ഉണ്ടാക്കിയിട്ട് അവനക്കും കൊടുത്ത് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കുന്ന വീഡിയോ ആണ്. ചായ കൊടുത്തപ്പോൾ പിന്നെ അവൻ്റെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോയ ഓട്ടാണത്. ഇവിടെ നിൽക്കുന്നതിനെക്കാട്ട് ഞാൻ അവനെയും കൂട്ടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക. കാരണം ഒരു കംഫർട്ട് സ്പേസിൽ നിന്ന് മാറുകയാണല്ലോ നമ്മൾ. ആ കംഫർട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ലോക്കായി പോകുന്നത് പോലെ തോന്നും പലപ്പോഴും. എൻ്റെ ലൈഫ് തന്നെ ഫുള്ള് ലോക്കായി പോലെ. അപ്പം ഞാൻ അതൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാവും ഞാൻ എൻ്റെ ഒരു മാനസിക സന്തോഷവും അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ എൻ്റെ ഫാമിലിയിലും ഒക്കെ അങ്ങനെ പോകുമ്പോഴാണ് ഇതുപോലെയുള്ളാവുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് കേട്ടോ. എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതിയിട്ട് അത് പോവാതിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ഞാൻ ഇടുക്കത്തിലും ആക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പരിധി വരെ കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിനും ആ ഒരു മാറ്റം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ പാരൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ പുരോഗതി മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെയും കൂടി പുരോഗതി നടക്കുന്നുണ്ട് എന്നും കൂടിയിട്ട് ഒന്ന് പോയിൻ്റ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഷാബിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ ഇവൻ കുറച്ച് അവൻ്റെ അടുത്ത് കൊടുത്തതാണ്. സാധാരണ അങ്ങനെയൊന്നും പതിവില്ല, അതൊന്നും അത്ര അധികം പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഇവന് എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുന്നുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് ഒരു കൺസിഡറേഷൻ.